ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? 5 ഇയർ പ്ലാൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 5 ഇയർ പ്ലാൻസിൻ്റെ മോഡൽ പറഞ്ഞു, ലക്ഷ്യം ഏതാണെന്ന് പറഞ്ഞു, വർഷങ്ങളൊക്കെ പറഞ്ഞു. വർഷങ്ങളെ കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുറച്ചൊന്ന് സ്ട്രെയിൻ എടുത്ത് നോക്കേണ്ടത് ലക്ഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയ ലക്ഷ്യങ്ങൾ നോക്കുക. മോഡലും അത്യാവശ്യം മോഡലുകളൊന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. പരീക്ഷയ്ക്ക് മോഡലുകളും ചോദിച്ചിട്ടുണ്ട്. 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്, 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ പോർഷൻസ് എല്ലാം ഒരുവിധം കവറായി എന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ എന്താണ് ക്ലാസ്സിൽ കാണുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൂടുതൽ നിങ്ങളുടെ അറിവിനെ കൂടുതൽ മികച്ചതാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അന്ന് പറഞ്ഞത് പഞ്ചവത്സര പദ്ധതിയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു, എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നീതി ആയോഗ് നമ്മൾ മുമ്പ് ക്ലാസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്നിട്ടും കുറച്ച് കാര്യങ്ങൾ, അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, നീതി ആയോഗിൻ്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണെന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി 5 ഇയർ പ്ലാൻസിൻ്റെ ബാക്കി ഭാഗമാണ് നമുക്കിന്ന് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് 5 ഇയർ പ്ലാനാണ് അപ്പോൾ ഇന്ന് തുടങ്ങുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ്റെ വർഷം ഏതാണ്? 1956 മുതൽ 1961 വരെയാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. 1956 മുതൽ 1961 വരെയാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ വർഷം എന്ന് പറയുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ ഏത് മോഡലാണ്? മഹലനോബിസ് മോഡലാണ്. സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ മോഡലാണ് മഹലനോബിസ് മോഡലാണ് സെക്കൻഡ് 5 ഇയർ പ്ലാനിൻ്റെ മോഡൽ. മഹലനോബിസ് മോഡലാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വ്യാവസായിക പുരോഗതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? വ്യാവസായിക പുരോഗതി. ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാവസായിക പുരോഗതിയാണ്. 1956, 61 2ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നു. ലക്ഷ്യം എന്ന് പറയുന്നത് വ്യാവസായിക പുരോഗതിയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വരുന്നത് 1957 ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വരുന്നത് 1957. 1957 എന്ന് പറയുമ്പോൾ 56 മുതൽ 2ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പം 57 വരുന്ന ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വരുന്നത് 1957 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഏത് വർഷത്താണ് നടപ്പിലാക്കിയത്? 1957. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം വർഷങ്ങളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞായിരുന്നു. അന്ന് 1951, 52, 53, 55 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വർഷങ്ങൾ അത്യാവശ്യം നിങ്ങളായിട്ടുള്ള നോട്ട് എഴുതി തയ്യാറാക്കി നിങ്ങൾ ആ പോയിന്റ്സിനെ ഡെവലപ്പ് ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇപ്പോഴും പറയുന്ന വർഷങ്ങൾ നിങ്ങൾ എഴുതി മാറ്റിയിട്ട് അതിന് ഒന്നൊരു 3 4 പോയിന്റ്സോ 5 പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിജ്ഞാനം ആ രീതിയിൽ വളർന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുക? കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അധികം ചോദിച്ചിട്ടുള്ള PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട വർഷങ്ങൾ ചിലതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വർഷങ്ങളിൽ കൂടുതൽ സംഭവങ്ങളുണ്ട്. അത് PSC കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വർഷങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് എഴുതി പഠിക്കാനായിട്ട് നോക്കുക. പറ്റും പോലെ പറഞ്ഞു തരുന്നതാണ്. ഇനി ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യ എന്ത് സ്വീകരിച്ചു? മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തിന് ഉദാഹരണമാണ്? മിക്സഡ് എക്കോണമിക്ക് ഉദാഹരണമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്തിന് ഉദാഹരണമാണ്? മിക്സഡ് എക്കോണമിക്ക് ഉദാഹരണം. മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉദാഹരണമാണ് എന്താ പറയുന്നത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കുന്നത്. ഫാദർ ഓഫ് മിക്സഡ് എക്കോണമി എന്നറിയപ്പെടുന്ന ആരാണ്? മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഡം സ്മിത്ത്.
എക്കണോമിക്സിന്റെ പിതാവ്, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ, മിക്സഡ് എക്കോണമിയുടെ പിതാവ് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഇന്ത്യ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1957. ഇനി അടുത്തത് പ്രധാനപ്പെട്ട 3 ഇരുമ്പുരുക്ക് ശാലകൾ വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകൾ സ്ഥാപിക്കുന്നത്. ഇരുമ്പുരുക്ക് ശാലകളാണ് ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്നത്. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രികൾ പ്രധാനമായിട്ടും വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. കാരണം എന്തായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? വ്യാവസായിക പുരോഗതിയാണ്. വ്യാവസായിക പുരോഗതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത്. അപ്പം കൂടുതൽ വ്യവസായങ്ങൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട എന്താണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആണ്. അപ്പം ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയാണ്. PSC ഒരു മാർക്കാണ്. ബേസിക് ആൻഡ് കീ ഇൻഡസ്ട്രി എന്നറിയപ്പെടുന്ന ഏതാണ്? അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. അങ്ങനെ 3 ഇൻഡസ്ട്രികൾ വരുന്നത് ഏത് കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അത് ഏതൊക്കെയൊന്ന് നോക്കാം. അതിൻ്റെ PSCക്ക് ഈ ഇഷ്ട വിഷയങ്ങളെന്ന് പറഞ്ഞതുപോലെ PSC കൂടുതലായിട്ട് ചോദിക്കുന്നതും നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയും ഉള്ള അതാണ് നമ്മുടെ ഇന്ത്യയിലെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. നമുക്ക് വർഷങ്ങളൊന്ന് നോക്കാം. 1959 അതായത് 2 അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് വന്നത് കറക്റ്റ് 1959. ഏതൊക്കെയാണ്? ഭിലായി, അതുപോലെ റൂർക്കേല. ഫിലായി, റൂർക്കേല, ഇത് രണ്ടും 1959. ഈ ഫിലായി എവിടെയാണ്? ഛത്തീസ്ഗഡിലാണ്. ഫിലായി എന്ന് പറയുന്നത്. ഈ റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ് റൂർക്കേല. 1959 ഫിലായി ഛത്തീസ്ഗഡിലാണ്. ഏത് രാജ്യമാണ് സഹായിച്ചത്? ഫിലായിക്ക് സഹായം തന്നത് റഷ്യയാണ്. ഫിലായിയെ സഹായിച്ചത് റഷ്യ. അതായത് ഫിലായി അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സ്ഥാപിക്കാനായിട്ട് നമ്മുടെ സഹായം തന്ന രാജ്യം ഏതാണ്? റഷ്യയാണ്. അത് വന്നത് ഛത്തീസ്ഗഡിലാണ് 1959. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂർക്കേലയാണ്. അത് ഒഡീഷയിലാണ്. 1959. ജർമ്മൻ സഹായമാണ്. ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല വരുന്നത്. 1959. ഇനി അടുത്തുള്ളത് ദുർഗാപൂർ വരുന്നത് ശരിക്കും വരുന്നത് 1962. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ കൂടുതലും നമ്മുടെ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗവും തന്നെ പറയും. പക്ഷേ അതിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1962. എവിടെയാണ്? ദുർഗാപൂർ എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. അതുപോലെ ബ്രിട്ടന്റെ സഹായത്തിലാണ് ദുർഗാപൂർ വരുന്നത്. 1962. വെസ്റ്റ് ബംഗാളിലാണ് ബ്രിട്ടന്റെ സഹായമാണ്. ഇനി ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിയും കൂടി ഉണ്ട്. അത് വന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 1964. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൊക്കാറോ വരുന്നത് 1964. ബൊക്കാറോ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. ആരുടെ സഹായം? റഷ്യയുടെ സഹായമാണ്. റഷ്യയുടെ സഹായത്തിലാണ് ഈ ബൊക്കാറ വരുന്നത്. അതായത് ബിയിൽ തുടങ്ങുന്ന രണ്ടും ഇവിടെ ഫിലായി എന്ന് എഴുതുന്നത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ബിയിൽ തുടങ്ങുന്ന 2 അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രിക്കും സഹായം കൊടുത്തിരിക്കുന്നത് ആരാണ്? റഷ്യ. ഇവിടെ ഫിലായി ബി, ബൊക്കാറോ ബി. രണ്ടിനും സഹായം ആരാണ്? റഷ്യൻ സഹായം. ഇനി 1959 പറയുമ്പോൾ 2 ഉണ്ട്. ഫിലായും റൂർക്കേലയും 1959. ഫിലായി ഛത്തീസ്ഗഡില്, റൂർക്കേല ഒഡീഷയില്. ഫിലായിക്ക് റഷ്യൻ സഹായം, റൂർക്കേലയ്ക്ക് ജർമ്മൻ സഹായം. ഇനി നമ്മൾ 1962 ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്. ബ്രിട്ടന്റെ സഹായം. വെസ്റ്റ് ബംഗാൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കാം, ബ്രിട്ടീഷ് ആധിപത്യം ആദ്യമായിട്ട് വന്നത് എവിടെയാണ്? ബംഗാളിലാണ്. ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ബാറ്റിൽ ഓഫ് പ്ലാസിയിലാണ്. പ്ലാസി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ ഒരു അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി കൊണ്ടുവരണമെങ്കിൽ അത് എവിടെയായിരിക്കും? വെസ്റ്റ് ബംഗാളിലായിരിക്കും എന്ന് ഓർമ്മിക്കുക. അപ്പോൾ 1962 ദുർഗാപൂർ വെസ്റ്റ് ബംഗാളിലാണ്, ബ്രിട്ടന്റെ സഹായത്തിലാണ്. പിന്നെ 1964 ബൊക്കാറോ ജാർഖണ്ഡിലാണ്. ബൊക്കാറോ ആരുടെ സഹായത്തിലാണ്? റഷ്യയുടെ സഹായത്തിൽ. ബിയിൽ തുടങ്ങുന്ന 2 റഷ്യയുടെ സഹായമാണെന്ന് ഓർമ്മിച്ചു വെക്കുക.
ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ സാക്ഷാത്കാരം ലക്ഷ്യമായിട്ട് വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതായത് സോഷ്യലിസ്റ്റ് സമൂഹ വ്യവസ്ഥ വരുന്നത്, സോഷ്യലിസ്റ്റിന് കൂടുതൽ പ്രാധാന്യം വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ്. സോഷ്യലിസത്തിന് കൂടുതൽ പ്രാധാന്യം വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് സോഷ്യലിസത്തിന് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്. ഇനി സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയെ അംഗീകരിച്ച, സോഷ്യലിസത്തിന് അംഗീകാരം നൽകുന്ന INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് 1955 ആവടി കോൺഗ്രസ് ആണ്. സോഷ്യലിസം കോൺഗ്രസ് INC സോഷ്യലിസം അംഗീകരിക്കുന്ന സമ്മേളനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1955 ആവടി കോൺഗ്രസ് ആണ്. ആവടി എന്ന് പറയുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ആവടി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. ഈ ആവടി കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? UN തേബാർ. UN തേബാർ ആണ് ആവടി കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്നാണ്. UN തേബാർ. തേബാറിന് എങ്ങനെ ഞാൻ തിരിച്ചിരുന്നത് ഇതാണ് തേബാർ. UN തേബാർ 1955 ആവടി കോൺഗ്രസിലാണ് സോഷ്യലിസത്തെ അംഗീകരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് സോഷ്യലിസ്റ്റ് സമൂഹത്തിന്റെ സാക്ഷാത്കാരം ലക്ഷ്യം വെച്ച പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി, സോഷ്യലിസ്റ്റ് സമൂഹം സാക്ഷാത്കാരം ലക്ഷ്യം വെച്ച പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ മിശ്ര സമ്പത്ത് സ്വീകരിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ എന്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വരുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നമുക്ക് മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോകാം. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1961 മുതൽ 1966 വരെ. അന്ന് പറഞ്ഞതുപോലെ 5 വർഷം കൂടി പോയാൽ മതി. പക്ഷേ മൂന്നാം പദ്ധതി കഴിയുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കണം. 1961 മുതൽ 1966 വരെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. മൂന്നാമത്തത് 1961 മുതൽ 1966 വരെയാണ്. ഇന്ത്യയിലെ ഗ്രീൻ റവല്യൂഷൻ ആരംഭിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗ്രീൻ റവല്യൂഷൻ ഗ്രീൻ റവല്യൂഷന് തുടക്കം കുറിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗ്രീൻ റവല്യൂഷന് തുടക്കം കുറിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആരെ പറയാതിരിക്കാൻ പറ്റില്ല? MS സ്വാമിനാഥനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ്, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. അദ്ദേഹം ജനിക്കുന്നത് 1925 1925 ഓഗസ്റ്റ് 7 MS സ്വാമിനാഥൻ ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ് MS സ്വാമിനാഥൻ ജനിക്കുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ. മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനാണ് MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഇനി MS സ്വാമിനാഥൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ചെന്നൈയിലാണ്. MS സ്വാമിനാഥൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈയിലാണ്. എവർഗ്രീൻ റവല്യൂഷൻ, ഫാദർ ഓഫ് എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് MS സ്വാമിനാഥൻ. അതായത് നിത്യഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. നിത്യഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥനാണ്. അതുപോലെ ഗ്രീൻ റവല്യൂഷൻ എ ഡയലോഗ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്. ഗ്രീൻ റവല്യൂഷൻ എ ഡയലോഗ്, ആൻ എവർഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കാണ്. പിന്നെ എന്ന് പറയുന്നത് ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥനാണ്. ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത് ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്ന്? UNEP ആണ് ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്ന് MS സ്വാമിനാഥനെ വിശേഷിപ്പിച്ചത്. MS സ്വാമിനാഥനെ ഫാദർ ഓഫ് ഇക്കണോമിക് ഇക്കോളജി എന്ന് വിശേഷിപ്പിച്ചത് UNEP ആണ്. പിന്നെ നമുക്ക് കുട്ടനാട് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥൻ. കുട്ടനാട് പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സ്വാമിനാഥനാണ്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു MS സ്വാമിനാഥൻ എന്നൊരു വന്നു. ഹരിത വിപ്ലവം MS സ്വാമിനാഥൻ ഒന്നും വന്നില്ല, ഹരിത വിപ്ലവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മുടെ അവിടെ നിന്ന് ആ പോയിന്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കും. ഒരു വർഷം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ശീലിച്ച് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, നമ്മൾ ഒരു പേജാണ് നമ്മൾ പഠിക്കുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക്, നമ്മളൊരു നോട്ടിൽ ഒരു പേജ് പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മുമ്പ് പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മിക്കാനും അതുമായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ഒന്ന് ശീലിക്കുക. അപ്പം നമ്മുടെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചറിയാമെന്ന് പറഞ്ഞു, മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പറഞ്ഞു. എന്നാൽ ഹരിത വിപ്ലവം ആദ്യമായിട്ട് വരുന്നത് എവിടെയാണ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നോർമൻ ബോർലോഗ് ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്താണ്?
ഹരിതവിപ്ലവത്തിന്റെ മറ്റൊരു പേരാണ് ഗോതമ്പ് വിപ്ലവം. അതായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം ഉണ്ടായ ഏതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പിലാണ്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്ന് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത്. ലോകത്ത് ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ബോർലോഗ് ആണ്. ആദ്യമായിട്ട് ഹരിതവിപ്ലവം വരുന്നത് എവിടെ തന്നെയാണ്? മെക്സിക്കോയിലാണ് ഹരിതവിപ്ലവത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. അതുപോലെ ഹരിതവിപ്ലവത്തിന്റെ ബറിയൽ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മെക്സിക്കോയാണ്. ഹരിതവിപ്ലവത്തിന്റെ ജന്മദേശം എന്നറിയപ്പെടുന്നതും ഹരിതവിപ്ലവത്തിന്റെ ബറിയൽ ഗ്രൗണ്ട് എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മെക്സിക്കോ തന്നെയാണ്. ഇനി ഹരിതവിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഫിലിപ്പൈൻസ് ആണ്. ഹരിതവിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഇനി ഒരു ഹരിതവിപ്ലവത്തെ കുറിച്ച് നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഹരിത വിപ്ലവം എന്താണ്? പ്രാദേശിക അസമത്വം കൂടുതലായിട്ട് ഹരിതവിപ്ലവം വന്നതിലൂടെ പ്രാദേശിക അസമത്വം കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിയാണോ തെറ്റാണോ? പ്രാദേശിക അസമത്വം കൂടി. കാരണം ഹരിതവിപ്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും ഒരേ രീതിയിൽ വന്നില്ല. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്, പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഹരിതവിപ്ലവത്തിന്റെ നേട്ടം കൂടുതലായിട്ട് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് കൂടുതലായിട്ട് അവർക്ക് നേട്ടം ഉണ്ടാകാനായിട്ട് സാധിച്ചു. ഒരുപാട് ഉൽപ്പാദനം കൂടി. അല്ലാതെ കുറച്ച് ഇൻഡിജീനിയസ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിൽ പഴയ രീതിയിൽ തന്നെ, അതായത് കാർഷിക ഉൽപ്പാദനം കുറഞ്ഞു തന്നെ ഇരുന്നത്. അപ്പോൾ എന്താണ്? പ്രാദേശിക അസമത്വം കൂട്ടി എന്ന് പറയുന്നത് ശരിയാണ്. അതുപോലെ ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിയാണ്. ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹരിതവിപ്ലവത്തിൽ ശരിയാണ്. കാരണം എന്താണ്? ചെറുകിട കർഷകർ, അതായത് നമ്മുടെ ഹരിതവിപ്ലവത്തിന്റെ കൂടുതൽ ബെനിഫിറ്റ് കൂടുതലായിട്ട് നേടാൻ പറ്റിയത് ആർക്കാണ്? വൻകിട കർഷകർക്കാണ് ഹരിതവിപ്ലവത്തിന്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് നേടാനായിട്ട് പറ്റിയത്. അതായത് നമ്മുടെ വലിയ രീതിയിൽ കൃഷി ചെയ്യാനായിട്ടും കുറച്ചെങ്കിലും നമ്മുടെ കയ്യിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പൊ അതുള്ളവർക്ക് എന്താണ്? അതിലോട്ട് വരാനും ഗവൺമെന്റിന്റെ സബ്സിഡി കൂടുതൽ വാങ്ങിക്കാനും അവർക്ക് ഉൽപ്പാദനം കൂട്ടാനും ഒക്കെ സാധിച്ചു. പിന്നെ അതുപോലെ വളരെ കുറച്ച് അത്ര സാമ്പത്തികമായിട്ട് മുന്നോട്ടല്ലാത്ത ചെറുകിട കർഷകർ അവരുടേതായിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള രീതിയിൽ കൃഷി ചെയ്യുകയും അവർക്ക് ഹരിതവിപ്ലവത്തിന്റെ നേട്ടം കൂടുതലായിട്ട് കിട്ടാൻ പറ്റാതെ വരികയും ചെയ്തു. അങ്ങനെയുള്ളപ്പോൾ എന്താണ്? ചെറുകിട കർഷകരായ വൻകിട കർഷകർ ഹരിതവിപ്ലവത്തിന്റെ ഇതിലോട്ട് വന്ന് എന്താണ്? അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ ഉപയോഗിക്കുകയും പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്കും അവർക്ക് ഉൽപ്പാദനം കൂടുകയും അവർ സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോവുകയും, എന്നാൽ ചെറുകിട കർഷകർ എന്താണ്? ആദ്യത്തെ പോലെ പരമ്പരാഗത രീതിയിൽ ഇൻഡിജീനിയസ് ആയിട്ട് കുറച്ചൊന്ന് ഒതുങ്ങി പോവുകയും ചെയ്തപ്പം എന്താണ്? ചെറുകിട കർഷകരും വൻകിട കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്. ഇനി എന്താണ്? മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരിയാണ്. കാരണം എന്താണ്? ഹരിതവിപ്ലവത്തിന്റെ ഭാഗമായിട്ട് വൻതോതിൽ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനായിട്ട് നോക്കി. അങ്ങനെ വൻതോതിൽ രാസവളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടിക്ക് ദോഷം സംഭവിക്കും. മണ്ണിന്റെ സ്വാഭാവിക ഫലപുഷ്ടി നഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഹരിതവിപ്ലവത്തിനെ പറഞ്ഞപ്പോൾ ഹരിതവിപ്ലവത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് നമ്മൾ MS സ്വാമിനാഥനെ കണക്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. ഈ രണ്ട് ഡയറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ഡയറിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഡയറി ഏതാണ്? ഇതാണ് ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഡയറി, അതായത് ഡയറി പ്രോഡക്ട്സ്. ഈ ഡയറി ഏതാണ്? നമ്മൾ എഴുതുന്ന ഡയറിയാണ് DIARY. അതൊക്കെ നമ്മളെ സാറിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഞാൻ എഴുതിയപ്പോൾ ഒന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടാണ് അത് പറഞ്ഞത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരുന്നത് ഏത് വർഷമാണ്? 1965. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വരുന്നത് 1965. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? ആനന്ദാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 ആനന്ദാണ് ആസ്ഥാനം. ഇനി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത് ഏത് വർഷമാണ്? സെയിം വർഷം തന്നെയാണ്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ 1965. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത് 1965. ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നത് 1965. ഇനി ഏറ്റവും കുറവ് ശരാശരി വളർച്ച നേടിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാം പഞ്ചവത്സര പദ്ധതി. ഏറ്റവും കുറവ് വളർച്ചാ നിരക്ക് നേടിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. 3ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഏറ്റവും കുറവ് വളർച്ചാ നിരക്ക്. കാരണം എന്തൊക്കെയായിരിക്കാം? ഇതിന്റെ ഈ പീരീഡ് ഒന്ന് എടുത്ത് നോക്കി. 1961, 1966. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? 1962 എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? 1965 എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ?
ഈ 2 വർഷങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? 1962 ഇൻഡോ ചൈന വാർ, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് 1962 പിന്നെ 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നത് 1965 ഇന്ത്യ പാക് വാർ 1965 ഈ 2 പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടന്ന സമയത്താണ് ഈ 3-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് ഏറ്റവും കുറവ് വളർച്ച കൈവരിക്കാനേ കഴിഞ്ഞുള്ളൂ. അതായത് കൂടുതൽ ശ്രദ്ധ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ പറ്റുമോ? ഇല്ല. ഈ ആഭ്യന്തര ആക്രമണം പാകിസ്ഥാൻ യുദ്ധവും ചൈന യുദ്ധവും ഒക്കെ തമ്മിൽ കാരണം കുറച്ച് പ്രശ്നങ്ങൾ പറ്റി. അതുകൊണ്ടും പിന്നെ അതുപോലെ മൺസൂണിന്റെ പ്രതികൂല കാലാവസ്ഥ, ഇന്ത്യ ചൈന യുദ്ധം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഇതൊക്കെ കാരണമാണ് വളർച്ചാ നിരക്ക് കുറഞ്ഞു പോകാൻ കാരണം. കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ഈ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതാണെന്ന് പറഞ്ഞു? 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡല് ഗാഡ്ഗിൽ യോജന. 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡലാണ് ഗാഡ്ഗിൽ യോജന. 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ മോഡൽ ഏതാണെന്ന് പറഞ്ഞു? ഗാഡ്ഗിൽ യോജന. ഗാഡ്ഗിൽ യോജന എന്ന് പറയുന്നത് 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുപോലെ സാൻഡി ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? 3-ാം പഞ്ചവത്സര പദ്ധതി തന്നെയാണ്. സാൻഡി ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്നതും 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്നത് ഏതാണ്? 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് 3-ാം പഞ്ചവത്സര പദ്ധതി ഒന്നുകൂടെ ഒന്ന് നോക്കാം. 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വരുന്നത് 1957 അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ സ്വീകരിക്കുന്ന 2-ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. ഇരുമ്പുരുക്ക് ശാലകൾ 3 വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആകെ 4 ഇരുമ്പുരുക്ക് ശാലകൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ സോഷ്യലിസ്റ്റ് സമൂഹത്തെ സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന പദ്ധതി 2-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് പറഞ്ഞു. ഇനി 3-ാം പഞ്ചവത്സര പദ്ധതി 1961-66 ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത് 1961-66 3-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് പറഞ്ഞു. ബൊക്കാറോ അയൺ സ്റ്റീൽ ഇൻഡസ്ട്രി 1964 പറഞ്ഞത്. ബൊക്കാറോ വരുന്നത് 1964 പറഞ്ഞു. റഷ്യൻ സഹായമാണെന്ന് പറഞ്ഞു. ജാർഖണ്ഡിലാണെന്ന് പറഞ്ഞു. അതുപോലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് വരുന്നത് 1965 പറഞ്ഞു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വരുന്നത് 1965 പറഞ്ഞു. അതുപോലെ ഏറ്റവും കുറച്ച് ശരാശരി വളർച്ച കൈവരിച്ച പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് പറഞ്ഞു. കാരണം എന്തൊക്കെയാണെന്ന് പറഞ്ഞു? ഇൻഡോ ചൈന വാർ, ഇന്ത്യ പാക് വാർ, അതുപോലെ മൺസൂണിന്റെ പ്രതികൂല കാലാവസ്ഥ, ഇതൊക്കെ കാരണമാണ് ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിക്കാൻ പറ്റിയെന്നും പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏതൊക്കെയാണ് പറഞ്ഞത്? 2-ാം പഞ്ചവത്സര പദ്ധതി, 3-ാം പഞ്ചവത്സര പദ്ധതിയാണെന്ന് നോക്കിയത്. അതിന്റെ വർഷങ്ങൾ അതിലും 1957, 59, 62, 64 ഉണ്ട്, 65 ഉണ്ട്. ഈ വർഷങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ കഴിയുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ നോക്കുക.